വിവാഹത്തിന് താമസം വരുന്ന നക്ഷത്രക്കാർ അതാരാണ്? എത്ര ശ്രമിച്ചിട്ടും വിവാഹം നടക്കുന്നില്ല. കാലതാമസമാണ് വരുന്നത്. അവർക്ക് പല കാര്യങ്ങളും അവർക്ക് ഒത്തുവരും, പിന്നെ കാര്യത്തോട് അടുക്കുമ്പോൾ അത് വിട്ടുപോകും. അപ്പോൾ വിവാഹത്തിന് താമസം വരുന്ന ചിലർ നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വിവാഹത്തിന് ഇതൊരു സാമാന്യമായ കാര്യമാണ്. പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ സവിസ്തരം പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ജ്യോത്സ്യനെ സമീപിക്കേണ്ടി വരും ഈ വിവാഹ സംബന്ധമായ മറ്റ് വിഷയങ്ങൾ അറിയാൻ. അതായത് നല്ല ജ്യോത്സ്യനായിരിക്കണം കേട്ടോ. കാശ് പിടുങ്ങാനിരിക്കണ ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചില നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് പൊതുവെ താമസം വരും. അങ്ങനെ സാമാന്യമായി തടസ്സം വരുന്ന ചില നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. സാമാന്യമായിട്ട് ഇവർക്ക് തന്നെ എല്ലാവർക്കും അങ്ങനെ ഒന്ന് സംഭവിക്കണമെന്നില്ല. എന്നാലും ഒരു 60% മേലെ ഇവർക്ക് താമസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള നക്ഷത്രം ഏതൊക്കെ നക്ഷത്രമാണ്? തിരുവാതിര, മകം, ചിത്തിര, പൂരാടം, അവിട്ടം, ഇങ്ങനെയുള്ള ചില നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് ഇത്തിരി താമസം വരാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ ഈ നക്ഷത്രങ്ങൾക്ക് എല്ലാവർക്കും അതേപോലെ തന്നെ വന്ന് സംഭവിക്കണമെന്നില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇത് സാമാന്യമായ ഒരു ഫലമാണ് ഞാൻ ഈ പറയുന്നത്. ചിലവർ തിരുവാതിര നക്ഷത്രക്കാർക്കൊക്കെ പെട്ടെന്ന് വിവാഹം നടന്നു പോയ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിവാഹം നേരത്തെ നടന്നല്ലോ, ഇവിടെ ജ്യോത്സ്യം പറയണത് വിവാഹം താമസിച്ചാണ് നടക്കുള്ളൂ എന്നാണല്ലോ പറയണത് എന്ന് പറയും. അപ്പോൾ അത് നിങ്ങളുടെ ആ മുൻജന്മ കർമ്മ ഫലമായിട്ടാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. അത് നടന്നു പോകും, ഒരു കുഴപ്പമൊന്നുമില്ല. ചിലവർക്കത് താമസവും വരും, അതുകൊണ്ടാണ്. പിന്നെ അവിട്ടംകാർ ചിലർ അവിവാഹിതരായി നിൽക്കേണ്ടിയും വരും. ചില അവിട്ടംകാരുണ്ട്, അവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ വിവാഹം നടന്നെന്നും വരില്ല. അപ്പം ഈ വിവാഹത്തിന് താമസം വരുന്ന കാരണങ്ങളും വിവാഹത്തിന് തടസ്സം വരാവുന്ന ചില നക്ഷത്രങ്ങളും സാമാന്യ ഉള്ള ചില നക്ഷത്രങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വിവാഹ സംബന്ധമായ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ചിലർക്ക് വിവാഹം പെട്ടെന്ന് നടക്കും, ചിലർക്ക് മംഗല്യഭാഗം നീണ്ടുപോകും. വഴിപാട് കഴിച്ചാലും കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതാലും ഫലം കിട്ടിയെന്ന് വരില്ല. ചിലരുടെ ജാതകത്തിൽ വിവാഹകാല താമസം കണ്ടെന്നും വരും, അങ്ങനെയും വരാം. ചില ഗ്രഹങ്ങളുടെ നിൽപ്പ് അതനുസരിച്ചാണ് വിവാഹത്തിൻ്റെ തടസ്സം വരുന്നത്. പല കാരണങ്ങൾ കൊണ്ടും വിവാഹ തടസ്സങ്ങൾ ഒത്തിരി വരും. അപ്പം എന്തൊക്കെ കൊണ്ടാണ് വിവാഹ തടസ്സങ്ങൾ വരുന്നത്? കുടുംബ പരദേവത കോപം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബ പരദേവത കോപം കൊണ്ട് വിവാഹത്തിന് കാലതാമസം വരാം. കുടുംബത്തെ സംബന്ധിച്ചിട്ടുള്ള ചില ബാധാദോഷങ്ങളുണ്ടെങ്കിൽ വിവാഹത്തിന് മംഗളകാര്യപരമായ കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരാം. പിന്നെ അതുപോലെ തന്നെ പിതൃക്കളുടെ ദോഷം, അതായത് നമ്മെ മറഞ്ഞുപോയ, നമ്മളിൽ നിന്ന് വിട്ടുപോയ പിതൃക്കളുടെ തൃപ്തിയില്ലായ്മ ഉണ്ടെങ്കിൽ അവിടെ മംഗളകാര്യങ്ങളൊന്നും നടക്കില്ല വീട്ടിൽ. പിന്നെ അതുകൂടാതെ സ്ഥലദോഷം, ആ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതും ഈ വിവാഹത്തിന് തടസ്സങ്ങളായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ സാധാരണയായിട്ട് വരുന്ന കാര്യങ്ങളാണ് വിവാഹ തടസ്സത്തിന്. അപ്പോൾ അത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് പരിഹാരം എന്താണ്? ഒരു വിവാഹ പ്രശ്നം വെച്ച് നോക്കണം, അല്ലെങ്കിൽ ആ ജാതകത്തിൽ ആ വിവാഹം നടക്കാൻ താമസം വരുന്ന ആ ജാതകം ഒന്ന് നോക്കണം. അപ്പോൾ ആ ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹദോഷങ്ങളുണ്ടോ എന്നറിയണം. വിവാഹ പ്രശ്നത്തിലേ പറയാൻ പറ്റുള്ളൂ ബാധാദോഷങ്ങളെല്ലാം. അപ്പോൾ സർപ്പദോഷങ്ങൾ, ഇതെല്ലാം വിവാഹത്തിന് തടസ്സം വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജാതകം ഒന്ന് നോക്കിയിട്ട് ഇവന് വിവാഹ സമയമായ വിവാഹ സമയത്തിൻ്റെ കാലമാണോ, അപ്പോൾ അതുകൊണ്ട് എന്ത് കാലമായിട്ടും വിവാഹ സമയമായിട്ടും എന്തുകൊണ്ട് ഇവന് വിവാഹം നടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു വിവാഹ പ്രശ്നം വെച്ച് നോക്കിയാൽ നമുക്കത് അറിഞ്ഞ് മനസ്സിലാകാൻ പറ്റും. ഇന്നിന്ന കാരണങ്ങൾ കൊണ്ട് അവന് വിവാഹ തടസ്സങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ തടസ്സങ്ങൾ ഞാൻ പലതും പല എപ്പിസോഡിലും പറയുന്ന കാര്യമാണ്. നമ്മൾ രോഗം അറിഞ്ഞിട്ടാണ് ചികിത്സിക്കേണ്ടത്, ഇല്ലേ? രോഗം അറിയാതെ മരുന്ന് കഴിച്ചാൽ എന്താണ് ഫലം? അതിന് ഫലപ്രാപ്തി ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ കാരണം കണ്ടെത്തണം. ആ കാരണം കണ്ടെത്തി അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവും. നിങ്ങൾക്കതിന് ആയിരക്കണക്കിന് രൂപ മുടക്കി ഹോമം പൂജയൊന്നും ചെയ്യണ്ടപ്പാ, അതൊന്നും ചെയ്യണ്ടെന്നേ. അല്ലാതെ ഇപ്പം ഈ വലിയ ഹോമം പൂജയും ചെയ്താലോ ദൈവം പ്രസാദിക്കുള്ളൂ എന്നും അങ്ങനെ ഉണ്ടോ? ഈ ഒരു ജ്യോതിഷ ഗ്രന്ഥത്തിലും അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് രൂപയൊക്കെ മുടക്കി വലിയ പൂജയും
അല്ലെങ്കിൽ ഹോമമൊക്കെ നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫലം തരുള്ളൂ എന്ന് ഏതെങ്കിലും ജ്യോതിഷ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഇത്ര ലക്ഷം രൂപയുടെ പൂജ നടത്തണം എന്നാലേ ഞാൻ പ്രസാദിക്കുള്ളൂ എന്ന് ആരെങ്കിലും ദൈവം പ്രത്യക്ഷപ്പെട്ട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പം ഇതൊന്നുമില്ല. ഒരു ദൈവം അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല, ഒരു പുസ്തകവും അങ്ങനെ ആരും എഴുതി വെച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ എന്താണ്? അപ്പോൾ വലിയ ആയിരക്കണക്കിന് രൂപ മുടക്കി ഹോമം പൂജയും നടത്തണമെന്നല്ല ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഫലം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില തടസ്സങ്ങൾ വന്നാൽ ആ കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട്, അതായത് ഒരു നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്നാൽ അറിയാൻ പറ്റും തീർച്ചയായിട്ടും ആ വിവാഹത്തിന് തടസ്സം.